അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനമുള്ള സഹോദര സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു സൗഭാഗ്യം നമുക്ക് കിട്ടാനുള്ള അവസരം ഏതെന്ന് ചോദിച്ചാൽ അത് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കുക എന്നുള്ളതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്നുള്ളത് ഹബീബ് തങ്ങളെ കാണുക എന്നുള്ളത് തന്നെയാണ്. അതിന് നാം ധാരാളം സ്വലാത്ത് ചൊല്ലാറുണ്ട്. ചിലപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞോളണമെന്നില്ല, എന്നാലും നിരാശരാകേണ്ടതില്ല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാൻ ഒരുപാട് ദിക്ർ ദുആകൾ നമ്മൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാകും. അതിൽപ്പെട്ട ഒരു സ്വലാത്താണ് നാം ദിവസവും ഈ സ്വലാത്ത് 70 തവണ ചൊല്ലിയാൽ, ഡെയിലി അത് പതിവാക്കിയാൽ, ദായിമാക്കിയാൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കാൻ നമുക്ക് സൗഭാഗ്യമുണ്ടാകും. അത്രക്കും ഫലമുള്ള ഒരു ആയത്താണ്. ഏതാണ് ആ സ്വലാത്ത്? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ചൊല്ലിത്തരാം, എല്ലാവരും ഏറ്റു ചൊല്ലുക. അത് പകർത്തിയെടുക്കാനുള്ളവരൊക്കെ വളരെയധികം സൂക്ഷ്മതയോടുകൂടി ആ സ്വലാത്തിനെ പകർത്തിയെടുത്ത് സൂക്ഷിക്കുക, കാണാതെ പഠിക്കുക, എന്നിട്ട് ചൊല്ലുക. ഏതാണ് ആ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ റൂഹി സയ്യിദിന മുഹമ്മദിൻ ഫിൽ അർവാഹി വഅലാ ജസദിഹി ഫിൽ അജ്സാദി വഅലാ ഖബ്രിഹി ഫിൽ ഖുബൂർ. ഒന്നുകൂടെ ചൊല്ലാം. അല്ലാഹുമ്മ സ്വല്ലി അലാ റൂഹി സയ്യിദിന മുഹമ്മദിൻ ഫിൽ അർവാഹ് വഅലാ ജസദിഹി ഫിൽ അജ്സാദ് വഅലാ ഖബ്രിഹി ഫിൽ ഖുബൂർ എന്ന ആ മഹത്തായ സ്വലാത്തിനെ ദിവസവും നാം 70 തവണ ചൊല്ലുകയാണ് എങ്കിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് മനാമിൽ, സ്വപ്നത്തിൽ ദർശിക്കാൻ കഴിയുമെന്ന് മഹാന്മാർ നമ്മെ ഉണർത്തുകയാണ്. എല്ലാവരും ആ മഹത്തായ സ്വലാത്തിനെ മുറുകെ പിടിക്കുക. റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ ദർശിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാവുക നാം എല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് യഖ്ളത്തിലും മനാമിലും മുത്തായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.